ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നാഗപട്ടണം മാർക്കറ്റിലെ കാഴ്ചകൾ കാണിക്കാനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വേണ്ടി നേരത്തെ ചെക്കൗട്ട് ചെയ്ത് വന്നു. അപ്പോൾ നാഗപട്ടണം മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത്. അതുകൊണ്ട് ചെറിയ വണ്ടികൾ ആ വഴി പോകില്ല, കറങ്ങിയേ വരുള്ളൂ. ഓട്ടോറിക്ഷയും അങ്ങനത്തെ ചെറിയ കാറുകളൊക്കെ മാത്രമേ ആ വഴി വരുള്ളൂ. ഈ പണി നടക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ്. ഈ വഴി നേരെ അറ്റം വരെ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം. ഇവിടെ സാധനത്തിനൊക്കെ ചെറിയ രീതിയിൽ വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നത് ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ കുറേ കടകൾ ഇവിടെ അവധിയായിരുന്നു, തിരക്ക് കുറച്ച് കുറവുണ്ട്. നമ്മൾ ഞായറാഴ്ച വൈകുന്നേരത്തെ കാരക്കൽ എറണാകുളം എക്സ്പ്രസ്സിലാണ് പോകുന്നത്, വൈകുന്നേരം 5 മണിക്ക് നാഗപട്ടണത്തുള്ള. അപ്പോൾ അതിൽ പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെക്കൗട്ട് ചെയ്ത് വന്നതുകൊണ്ടും സമയമുള്ളതുകൊണ്ടും മാർക്കറ്റിലേക്ക് കയറി കാഴ്ചകൾ കാണാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റണമെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെറിയ 2-3 പാത്രങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ മെയിനായിട്ട് നാഗപട്ടണം മാർക്കറ്റിലെ കാഴ്ചകളും അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകളും ട്രെയിനിലെ കുറച്ച് കാഴ്ചകളാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ മുൻപുള്ള എല്ലാ വേളാങ്കണ്ണി വീഡിയോസിൻ്റെ അതും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒരു പാക്കറ്റിലാക്കി വെച്ചേക്കണതും ഉണ്ട്. അതുപോലെ ചായക്കടയിൽ തന്നെ പപ്സൊക്കെ വിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബേക്കറി അങ്ങനത്തെ കടകളിലാണ് ചായയുടെ ഒപ്പം ഈ പപ്സ് കിട്ടാറുള്ളത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചായക്കടയിൽ പപ്സ് അവൈലബിൾ ആണ്. അതാണ് എനിക്ക് കണ്ടതിൽ ഒരു കാഴ്ച തോന്നിയത്. അങ്ങനെ നമ്മൾ കുറച്ചധികം നടന്നിട്ട് ഇങ്ങനെ പോയി അവിടെ അറ്റത്തുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു എൻഡാവും. അവിടം വരെയാണ് മെയിനായിട്ട് മാർക്കറ്റ് ഉള്ളത്. പിന്നെ കുറേ കടകൾ ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയുമായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മീൻ, ഉണക്കമീൻ ഇതൊക്കെയാണ് അവിടെ ആ ഭാഗത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഡ്രസ്സിനും ഇതേപോലെ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കടകളായതുകൊണ്ട് തന്നെ കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞ ഉണക്കമീൻ്റെയും സാധാരണ പച്ചമീൻ്റെയും കട. ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് അവിടെ തുറന്നിട്ടില്ല. ഈ ഉണക്കമീൻ്റെ കടകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പച്ചക്കറി കടയൊക്കെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിലെ കാഴ്ചകൾ. തിരിച്ചു പോകുന്ന വീഡിയോ എടുത്തില്ല, നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് കയറി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഓരോരുത്തരേക്ക് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട്, ചെറിയ ചെറിയ ട്രോൾ വീഡിയോസൊക്കെയാണ് പിന്നെ എടുത്തത്. ആ വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്കിത് പാകാണ് അച്ഛാ. പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആയ കാലത്ത് എന്റെ മുഖസൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ
ഈ കാഴ്ച കേരളത്തെ ഞെട്ടിച്ചതാണ്. അസുഖം ഭേദമാകാത്ത ഈ രണ്ടുപേരെയും ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്ര അധികൃതർ തുണയാരുമില്ലാതെ ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. ഈ കാഴ്ച കേരളത്തെ ഞെട്ടിച്ചതാണ്. അസുഖം ഭേദമാകാത്ത ഈ രണ്ടുപേരെയും ഊളംപാറ അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എത്തിയായിരുന്നു. പിന്നെ ട്രെയിനിലേക്ക് കയറി തിരിച്ച് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ വീഡിയോനെ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ. വീഡിയോ മുഴുവൻ കാണുക. അതിൻ്റെ ഉള്ളിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ചെറിയ ഡാൻസൊക്കെ ഉണ്ട്.